ആ നൗണിനെയോ പ്രോനൗണിനെയോ ആരുമായിട്ട് കണക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ആ സെന്റൻസിൽ ഒരു ക്ലോസുമായിട്ടായിരിക്കും കണക്ട് ചെയ്യുന്നത്. വൗ, വാട്ട് എ ബ്യൂട്ടിഫുൾ അല്ലേ? ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഫ്ലോ ആൻഡ് ഹാപ്പി ലേണിംഗ്. ഇന്ന് നമ്മുടെ 13ാമത്തെ ദിവസത്തിലേക്കാണ്. അതായത് പാർട്സ് ഓഫ് സ്പീച്ചിന്റെ ലാസ്റ്റ് ക്ലാസ് ആയിരിക്കും ഇന്നുള്ളത്. നമ്മുടെ കൂടെ ജസ്വിൻ ഉണ്ട്. ജസ്വിൻ, ആർ യു റെഡി ഫോർ ദ ക്ലാസ്? യെസ്. ഓക്കെ ജസ്വിൻ, നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച കാര്യങ്ങൾ ഓർക്കുന്നുണ്ടോ? പാർട്സ് ഓഫ് സ്പീച്ച് ആണ് അല്ലെ? ആ പാർട്സ് ഓഫ് സ്പീച്ച് എന്താണെന്ന് പറഞ്ഞു. നമ്മളൊരു സെന്റൻസിൽ വ്യത്യസ്തമായ വേർഡ്സ് ഉണ്ട്. ആ വേർഡ്സിനെല്ലാം പ്രത്യേക ഫംഗ്ഷൻ ഉണ്ട്. ആ ഫംഗ്ഷന്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് പാർട്സ് ഓഫ് സ്പീച്ചിൽ വ്യത്യസ്തമായ പേരുകൾ ഓരോ വേർഡ്സിനും കൊടുക്കുന്നത് അല്ലേ? അങ്ങനെയല്ല നമ്മൾ പറഞ്ഞത്. അതിൽ നമ്മൾ ഓൾറെഡി കണ്ടത് ഏതൊക്കെയായിരുന്നു? നമ്മൾ നൗൺ കണ്ടു, ഓൾറെഡി നൗൺ കംപ്ലീറ്റ് ചെയ്തു. പ്രോനൗൺ കണ്ടില്ലേ? പ്രോനൗൺ കണ്ടിട്ടുണ്ട്. അഡ്ജക്റ്റീവോ? അഡ്ജക്റ്റീവ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. വെർബ്, വാട്ട് അബൌട്ട് വെർബ്? വെർബ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അഡ്വേർബിന്റെ അവസ്ഥ എന്താണ്? അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി വരാൻ പോകുന്ന 3 പ്രിപ്പോസിഷനും കൺജക്ഷനും ഇന്റർജക്ഷനും നമ്മൾ ഒരുമിച്ച് ഇന്നത്തെ ഒരു ക്ലാസ്സിലായിരിക്കും തീർക്കാൻ പോകുന്നത്. കാരണം വളരെ സിമ്പിൾ ആണ്. ജസ്മിൻ, ആ ക്ലാസ്സിലേക്ക് റെഡി ആണോ? യെസ്. ലെറ്റ്സ് മൂവ് ടു ദ ഫസ്റ്റ് വൺ, ദാറ്റ് ഈസ് പ്രിപ്പോസിഷൻ. പ്രിപ്പോസിഷനെ സംബന്ധിച്ച് നമുക്ക് വൈഡ് ആയിട്ടുള്ള ഒരു വീഡിയോ വ്യത്യസ്തമായിട്ട് സമയങ്ങൾ ഞാൻ നൽകുന്നതായിരിക്കും. ഇതിനു മുമ്പ് തന്നെ പ്രിപ്പോസിഷന്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് പ്രിപ്പോസിഷൻ ഈ പാർട്സ് ഓഫ് സ്പീച്ചിൽ നമ്മൾ ഡീൽ ചെയ്യുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് പറയുന്നു. അതിനുശേഷം നമ്മൾ ടെൻസ് പഠിക്കുന്നതോടൊപ്പം തന്നെ അതിൻ്റെ ഓരോ സമയത്തും ആവശ്യം വരുന്നതനുസരിച്ച് പ്രിപ്പോസിഷൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും. കാരണം പ്രിപ്പോസിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ഇംഗ്ലീഷ് യൂസേജിൽ. അപ്പം ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് വളരെ ഇതിനോട് ചേർന്ന് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം പറയുന്നു. ഓക്കെ, പ്രിപ്പോസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര മാത്രമേ ഉള്ളൂ. അതും വാക്ക് തന്നെയാണ്. ഇറ്റ്സ് എ വേർഡ്. നമ്മൾ എല്ലാ പാർട്സ് ഓഫ് സ്പീച്ചിൽ പറഞ്ഞു, എല്ലാം വേർഡുകളാണ്. ഇതിൽ ആ ഒരു വേർഡിന്റെ ഫംഗ്ഷൻ എന്താണ്? ഷോസ് ദ റിലേഷൻഷിപ്പ്, ബന്ധം കാണിക്കുന്നു. ആരുമായിട്ടുള്ള ബന്ധം, അവിടെയാണ് ഇമ്പോർട്ടന്റ്. ആരുമായിട്ടുള്ളത്? നൗണിനെയോ പ്രോനൗണിനെയോ. ഒരു സെന്റൻസിൽ നൗണോ പ്രോനൗണോ ഉണ്ടാകാം അല്ലെ? ആ നൗണിനെയോ പ്രോനൗണിനെയോ ആരുമായിട്ട് കണക്ട് ചെയ്യുന്നു? അതർ വേർഡ്സ് ഇൻ എ സെന്റൻസ്. പ്രോനൗണിനെയോ നൗണിനെയോ. അപ്പൊ നമ്മൾ ഒരു എക്സാമ്പിൾ നൗൺ മാത്രം എടുക്കാം. നൗണിനെ വേറെ സെന്റൻസിലെ ആ സെന്റൻസ് തന്നെ വേറെ വേർഡ്സുമായിട്ട് ഒരു റിലേഷൻഷിപ്പ് കൊടുക്കുന്നു. അല്ലെങ്കിൽ നൗൺ ഇല്ലാത്തതാണെങ്കിൽ പ്രോനൗണിനെ എന്ത് ചെയ്യുന്നു? മറ്റു വേർഡ്സുമായിട്ടുള്ള ഒരു ബന്ധം നിലനിർത്തുന്ന റിലേഷൻഷിപ്പ് കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് എന്ത്? പ്രിപ്പോസിഷൻ. കിട്ടിയോ? പ്രിപ്പോസിഷൻ എന്ന് പറയുന്നത് ഒരു സെന്റൻസിലെ നൗണിനെയോ പ്രോനൗണിനെയോ ആ സെന്റൻസിൽ തന്നെ മറ്റു വേർഡ്സുമായിട്ടുള്ള ബന്ധം കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് എന്ത്? പ്രിപ്പോസിഷൻ. ഇസ് ഇറ്റ് ക്ലിയർ ജസ്വിൻ? ഡെഫിനിഷൻ ക്ലിയർ ആണല്ലോ അല്ലെ? അപ്പൊ നമുക്ക് എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകും. എക്സാമ്പിൾ ഇതാണ്. ഫസ്റ്റ് വൺ, ജസ്റ്റ് റീഡ് ദ ഫസ്റ്റ് വൺ. She is in the room. She is in the room and she is here. പ്രോനൗൺ അല്ലേ? Pronoun. ഷീ എന്ന് പറയുന്നത് പ്രോനൗൺ. ഇപ്പൊ അതിന് പകരം ഇവിടെ ജസ്ലിൻ ആയിരുന്നെങ്കിലോ അതിന് എന്തെന്ന് പറയും? നൗൺ എന്ന് പറയും. ഹി ആണ്. എന്നിട്ട് ജസ്വിൻ ആയിരുന്നെങ്കിലോ ജസ്വിൻ ആണെങ്കിലോ നൗൺ. ഷീ ആയതുകൊണ്ട് ഇവിടെ എന്താണ്? ഷീ ആയതുകൊണ്ട് ഇത് പ്രോനൗൺ ആണ്. ഈ പ്രോനൗണിനെ ആരുമായിട്ട് ബന്ധം കൊടുക്കുന്നു? റൂമുമായിട്ട് അല്ലേ? അവൾ എവിടെയാണ്? ആ റൂമിലാണ് എന്നുള്ള കണക്ഷൻ കൊടുക്കാൻ വേണ്ടി, റിലേഷൻഷിപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ എന്തുപയോഗിച്ചിരിക്കുന്നത്? ഇൻ ഉപയോഗിച്ചിരിക്കുന്നത്. ആ ഇൻ എന്താണ്? പ്രിപ്പോസിഷൻ ആണ്. ഇൻ എന്താണ്? പ്രിപ്പോസിഷൻ ആണ്. ജസ്റ്റ് റീഡ് ദ നെക്സ്റ്റ് വൺ. ജസ്റ്റ് റീഡ് നെക്സ്റ്റ് എക്സസൈസ്. The book is on the table. The book is on the table. The book എന്ന് പറയുന്നത് എന്താണ്? Noun ആണ്. ഈ നൗണിനെ ആ സെയിം സെന്റൻസിലെ മറ്റു വാക്കുകളുമായി കണക്ട് ചെയ്യുക എന്നുള്ളതാണ്. മറ്റു വാക്ക് എന്ന് പറഞ്ഞത് ടേബിൾ ആണ്. ആ ടേബിളിനെ എങ്ങനെയാണ് കണക്ട് ചെയ്തത്? ആ ടേബിളിന്റെ മുകളിലാണെന്ന് പറയണം അല്ലെ? ആ ടേബിളിന്റെ മുകളിലാണെന്ന് പറയണം. ആ മുകളിൽ എന്ന് പറയുന്ന കണക്ഷൻ കൊടുക്കുന്നതാണ് എന്ത്? പ്രിപ്പോസിഷൻ. അപ്പൊ ഓൺ എന്ന് പറയുന്നത് എന്താണ്? ഓൺ എന്ന് പറയുന്നത് എന്താണ്? പ്രിപ്പോസിഷൻ ആണ്. Just see the next exercise. Read the next exercise. The cat is under the table. The cat is under the table. So the cat is what? Cat എന്ന് പറയുന്നത് noun ആണ്. ആ നൗണിനെ ടേബിളുമായിട്ട് കണക്ട് ചെയ്യണം. ക്യാറ്റ് എവിടെയാണ്?
ടേബിളിന്റെ അടിയിൽ. ടേബിളിന്റെ അടിയിലാണ്. അപ്പം അടിയിൽ എന്ന് പറയുന്നതാണ് എന്ത്? അണ്ടർ. അണ്ടർ, അതിന് പ്രിപ്പോസിഷൻ അല്ലെ? അടിയിൽ എന്ന് പറയുന്നതാണ് പ്രിപ്പോസിഷൻ. സോ നമ്മൾ കണ്ടു, ഇന്ന് കണ്ടു, ഓൺ കണ്ടു, അണ്ടർ കണ്ടു. ലെറ്റ്സ് സീ ദ നെക്സ്റ്റ് വൺ. വാട്ട് ഇസ് ദ നെക്സ്റ്റ്? They arrived at the airport. ദേ എന്ന് പറയുന്നത് എന്താണ്? Pronoun. പ്രോനൗൺ ആണ്. എവിടെ എന്ന് പറയണം അല്ലെ? അവർ എവിടെ എന്നുള്ള വാക്കുമായിട്ടുള്ള കണക്ഷൻ കൊടുക്കണം. എവിടെയാണെന്നുള്ളതാണ് എയർപോർട്ട്. അപ്പോൾ അതിനെ അവരെയും എയർപോർട്ടിനെ എങ്ങനെ കണക്ട് ചെയ്ത്? എങ്ങനെയാണ്? At ഉപയോഗിച്ച്. അറ്റ് ഉപയോഗിച്ചുകൊണ്ടാണ് കണക്ട് ചെയ്തത്. അപ്പൊ നമ്മളിവിടെ കണ്ടത് ഏതൊക്കെയാണ്? ഇന്ന് കണ്ടു, ഓൺ കണ്ടു, അണ്ടർ അണ്ടർ കണ്ടു, At. ദെൻ അറ്റ് കണ്ടു. ഇത് മാത്രമാണോ ഉള്ളത്? അല്ല, ഇനിയും വ്യത്യസ്തമായിട്ട് കുറേ ഉണ്ട്. ലെറ്റ്സ് സീ വിച്ച് ആർ ദേ ഫ്യൂ ഓഫ് ദം. അതിൽ നമ്മൾ ഏതൊക്കെയാണ് ജസ്റ്റ് റീഡ് ചെയ്തേ. In. ഇൻ, On. ഓൺ, At. ആറ്റ്, For. ഫോർ, Of. ഓഫ്, With. വിത്ത്, By. ബൈ, To. ടു, From. ഫ്രം, About. അബൌട്ട്, Throughout. ത്രൂഔട്ട്, Regarding. റിഗാർഡിങ്. ഇങ്ങനെ വരും, കുറേ കൂടി ഉണ്ട്. അപ്പൊ ഇതിനെല്ലാം ഇങ്ങനെ ഓർത്ത് പഠിച്ചു വെക്കൊന്നും വേണ്ട. എന്ത് ചെയ്യണം? നമ്മൾ ഓരോ സെന്റൻസ് പറയുമ്പോഴും എഴുതുമ്പോഴും വായിക്കുമ്പോഴും അതിന് വന്നിരിക്കുന്ന പ്രപ്പോസിഷൻ ഏതാണെന്ന് നിങ്ങൾ നോട്ട് ചെയ്യണം. എങ്ങനെ നോട്ട് ചെയ്യണം? വായിക്കുവാണെങ്കിൽ അണ്ടർലൈൻ ചെയ്തിടുക, ലിസൺ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ വേറെ എവിടെയെങ്കിലും എഴുതി വെക്കുക. അങ്ങനെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ കണക്ഷൻ എങ്ങനെയാണ് നൽകുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, അപ്പം ഇതിൽ കൈൻഡ്സ് ഓഫ് പ്രപ്പോസിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെ രീതിയിലുള്ള പ്രപ്പോസിഷൻ ഉണ്ട്. അപ്പൊ നമ്മൾ ഓരോന്നും നമ്മൾ എടുത്തു പോവുകയാണെങ്കിൽ ഇത് തന്നെ നമുക്ക് 1-2 മണിക്കൂറെങ്കിലും എടുക്കേണ്ടി വരും. അപ്പം ഈ പ്രിപ്പോസിഷൻ എന്ന് പറഞ്ഞ ക്ലാസ് നമ്മൾ 10th പഠിക്കുമ്പോൾ ഓരോ സമയത്തും നമുക്ക് ഇന്നും ഓണും അറ്റും ഒക്കെ വരുമ്പോൾ അത് എവിടെ ഉപയോഗിക്കണം എന്ന് പറഞ്ഞ് നമുക്ക് പോവാം. ഓക്കെ ജശ്വിൻ? ഇവിടെ നമുക്ക് അതിന്റെ കൈൻഡ്സ് ഓഫ് പ്രപ്പോസിഷൻ ഏതൊക്കെയാണ് ജസ്റ്റ് നോക്കാം. ആദ്യത്തെ എന്താണ്? പ്ലേസ് ആണ് അല്ലെ? പ്രപ്പോസിഷൻ ഓഫ് പ്ലേസ്, സ്ഥലത്തെ സംബന്ധിച്ചുള്ളത്. അതിൽ ഏതൊക്കെ ഉപയോഗിക്കാം? At. ആറ്റ്, ഓൺ, ഇൻ, അണ്ടർ, ഓവർ എന്ന് പറയുന്നത് ഏകദേശം എല്ലാം തന്നെ ഉപയോഗിക്കാവുന്നതാണ്. അടുത്ത് നോക്കിയേ, ടൈമാണ്. ആ ടൈമിൽ നോക്കിയേ എന്തുണ്ട്? അറ്റ് പ്ലേസിലും ഉണ്ട്, ടൈമിലും ഇല്ലേ? ഉണ്ട് അല്ലേ? അപ്പൊ നമുക്കൊരു കൺഫ്യൂഷൻ വരും എവിടെ ഉപയോഗിക്കേണ്ടതെന്ന്. ഓൺ നോക്കിക്കേ, ടൈമിലും ഉണ്ട്, എവിടെയുണ്ട്? പ്ലേസിലും ഇല്ലേ? ഉണ്ട്. ഇന്നും ഉണ്ടല്ലോ അല്ലേ? ഇന്നുമില്ലേ? അപ്പൊ അതേപോലെ പലതിലും ഒരേപോലെ വരാൻ സാധിക്കും. അപ്പൊ നമ്മൾ ഓരോ സെക്ഷൻ എടുത്തിട്ട്, അപ്പൊ ഇന്നാണെങ്കിൽ ഇന്നിനെ എടുത്ത് നമ്മൾ കുറെ എക്സാമ്പിൾ കാണുന്നു. എവിടേക്ക് ഉപയോഗിക്കാൻ സാധിക്കും, ഏതൊക്കെ കൈൻഡ്സ് ഓഫ് പ്രപ്പോസിഷനാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്നൊക്കെ നമ്മൾ ലേറ്റർ കാണുന്നതായിരിക്കും. ഇവിടെ പ്രപ്പോസിഷൻ ഓഫ് ഡയറക്ഷൻ, ഒരു സ്ഥലം കാണിക്കാൻ വേണ്ടി ഇന്ന സ്ഥലത്തേക്ക് പോകണം, അങ്ങോട്ട് ഇങ്ങോട്ട് എന്നൊക്കെ നമ്മൾ പറയുന്നില്ലേ? അങ്ങനെ ഡയറക്ഷൻ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? പ്രപ്പോസിഷൻ ഉപയോഗിക്കുന്നുണ്ട്. അതിന്റെ കുറച്ച് എക്സാമ്പിൾ പറഞ്ഞ ഏതൊക്കെയാണ്? ടു എന്നോട് ഉപയോഗിക്കുന്നുണ്ട് അല്ലെ? ഐ എം ഗോയിങ് ടു കൊച്ചി അല്ലെ? കൊച്ചിയിലേക്ക് പോകുന്നു, കൊച്ചിയിലേക്ക്. ദെൻ ഐ എം കമ്മിങ് ഫ്രം ട്രിവാൻഡ്രം, ഞാൻ ട്രിവാൻഡ്രത്ത് നിന്നും വരുന്നു. ഫ്രം, അപ്പം ഏതാണ്? എങ്ങോട്ട് എന്നുള്ള ഡയറക്ഷൻ കാണിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു? പ്രപ്പോസിഷൻ ഉപയോഗിക്കുന്നു. അപ്പൊ ഈ പ്രപ്പോസിഷൻ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, മനസ്സിലേക്ക് ഒന്ന് പതിയട്ടെ. ദെൻ വാട്ട് ഈസ് നെക്സ്റ്റ് വൺ? ഏജൻസി, ബൈ, വിത്ത്, ഫ്രം, ത്രൂ എന്ന് പറയുന്നതും അതിനെ പൊസഷൻ കാണിക്കാൻ വേണ്ടി ഓഫ് ആൻഡ് വിത്ത് പ്രപ്പോസിഷൻ ഉപയോഗിക്കുന്നു. ദെൻ പർപ്പസ്, എന്തിനു വേണ്ടി? ഫോർ, ടു, വിത്ത് എന്ന് പറയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? പ്രപ്പോസിഷൻ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ പ്രപ്പോസിഷൻ എന്ന് പറയുന്നത് ഇത്ര മാത്രം നമ്മൾ ഉദ്ദേശിച്ചാൽ മതി. എന്താണ്? നൗണിനെയോ പ്രോനൗണിനെയോ ആ സെയിം സെന്റൻസിലെ മറ്റു വേർഡ്സുമായിട്ട് കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് എന്ത്? പ്രപ്പോസിഷൻ അല്ലെ? പ്രപ്പോസിഷൻ എന്ന് പറയുന്ന ടൈം, മാനർ, പ്ലേസ് ഇതൊക്കെയുണ്ട്. നമ്മൾ ഓരോ എക്സസൈസ് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പം ഷോർട്ട് ആയിട്ട് കാര്യം മനസ്സിലായല്ലോ എന്താണ് പ്രപ്പോസിഷൻ എന്ന്. ഡീറ്റെയിൽ ക്ലാസ് നമുക്ക് സെപ്പറേറ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. Then just we are moving. Now we have completed noun, pronoun, adjective, verb, adverb and preposition we have completed, and we just move today to conjunction. What is conjunction? What do you mean by conjunction, Jashwin? Any idea about that? Any idea? Have you ever heard about? സ്കൂളിൽ നമ്മൾ കേട്ടിട്ടുള്ളതാണല്ലേ? എന്താണത്? ഒറ്റ വാക്ക് ഇതിന് മനസ്സിലാക്കി വെച്ചാൽ മതി. എന്താണ്? ഇതൊരു വാക്കാണ്, നമുക്കറിയാം. എല്ലാത്തിലും നമ്മൾ വേർഡ് ആണെന്ന് പറഞ്ഞു. ഇതിന്റെ അർത്ഥം കണക്ട് ചെയ്യുന്നു. മറ്റതിന് റിലേഷൻഷിപ്പ് കാണിക്കുകയായിരുന്നു. ഇതെന്താ ചെയ്യുന്നേ? കണക്ട് ചെയ്യുന്നു. ആരുമൊക്കെ ആയിട്ട് കണക്ട് ചെയ്യുന്നു. വേർഡിനുമായിട്ട്. ഒരു സെന്റൻസിലെ 2 വേർഡുകൾ തമ്മിൽ കണക്ട് ചെയ്യുന്നുണ്ടാവും. ചിലപ്പം ആ സെന്റൻസിൽ 2 ഫ്രേസുകൾ തമ്മിലായിരിക്കും കണക്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ ആ സെന്റൻസിൽ ഒരു ക്ലോസുമായിട്ടായിരിക്കും കണക്ട് ചെയ്യുന്നത് അല്ലേ?
Yes. അതായത് സെന്റൻസിലുള്ള മറ്റു വേർഡുമായിട്ടോ മറ്റു ഫ്രേസുമായിട്ടോ അല്ലെങ്കിൽ ആ സെന്റൻസിൽ തന്നെ വേറൊരു ക്ലോസുമായിട്ടോ മെയിൻ ക്ലോസോ സബോർഡിനേറ്റ് ക്ലോസ് ഏതെങ്കിലും ക്ലോസുമായിട്ടോ കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് കൺജങ്ഷൻ. കിട്ടിയോ? Yes. Let's see two of the examples. Before that, few of the words നോക്കാം. കൺജങ്ഷൻ ഏതൊക്കെയാണ്? ആൻഡ് നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്നതാണ് അല്ലേ? ജെസ്വിൻ ആൻഡ് ജെസ്ലിൻ നമ്മൾ പറയാറുണ്ട്. മാംഗോ ആൻഡ് ഓറഞ്ച് അല്ലേ? ആ രണ്ട് വാക്കുകൾ തമ്മിൽ കണക്ട് ചെയ്യുന്നു, രണ്ട് വേർഡ്സ് തമ്മിൽ കണക്ട് ചെയ്യുന്നു. കണ്ടോ? വേർഡ്സ് തമ്മിൽ കണക്ട് ചെയ്യുന്നു. അതല്ലാതെ ഫ്രേസസിന്റെയും ക്ലോസസിന്റെയും എക്സാമ്പിൾ നമുക്ക് കാണാം. സോ ജെസ്വിൻ പ്ലീസ് റീഡ് ഫ്യൂ ഓഫ് ദാറ്റ് കൺജങ്ഷൻ വിച്ച് ആർ ദേ. എക്സാമ്പിൾ And, yeah, but, yes, or, yes, nor, okay, for, hmm, so, okay, yet, after, although, as, because, before, etc. and etc. There are a lot. അതുകൊണ്ട് ഇതൊക്കെ ഒന്ന് ഓർത്തിരിക്കുന്നത് നല്ലതാണ്. പക്ഷെ ഡീറ്റെയിൽ ആയിട്ടുള്ള ആവശ്യമുണ്ടോ? ഐ ഡോണ്ട് തിങ്ക് ഇറ്റ്സ് സോ ഇമ്പോർട്ടൻറ്റ്. ഇറ്റ്സ് നോട്ട് ദാറ്റ് മച്ച് ഇമ്പോർട്ടൻറ്റ് ഇൻ അവർ കോൺവെർസേഷൻ. നമ്മൾ പറഞ്ഞു വരുമ്പോൾ ആൻഡും പിന്നെ എന്താണ് സോയും നോറും ഓൾദോയും എല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, നമുക്ക് എക്സാമ്പിൾ നോക്കാം. ജസ്റ്റ് റീഡ് ദ ഫസ്റ്റ് എക്സാമ്പിൾ. I like coffee and tea. I like കോഫി ആൻഡ് ടീ. കോഫി എന്ന് പറയുന്ന വേർഡിനെയും ടീ എന്ന വേർഡിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്നതാണ് എന്ത്? ആൻഡ് അല്ലേ? Yes. ആ ആൻഡിനെയാണ് കൺജങ്ഷൻ എന്ന് പറയുന്നത്. അതായത് ജെസ്വിൻ ആൻഡ് ജെസ്ലിൻ, മാംഗോ ആൻഡ് ഓറഞ്ച് എന്നൊക്കെ പറഞ്ഞ പോലെ രണ്ട് വേർഡ്സിനെ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതിനെയാണ് നമ്മുടെ കൺജങ്ഷൻ എന്ന് പറയുന്നത്. അതാണ് കൺജങ്ഷന്റെ ഒരു ഉപയോഗം. ലെറ്റ്സ് സീ ദ നെക്സ്റ്റ് വൺ ജെസ്വിൻ. He can neither swim nor dive. He can neither swim nor dive. അതായത് അദ്ദേഹത്തിന് സ്വിം ചെയ്യാനോ ഡൈവ് ചെയ്യാനോ അറിയില്ല എന്ന് പറയുന്നതാണ് അല്ലേ? അതിനെ എന്ത് ചെയ്യുന്നു? കണക്ട് ചെയ്യുന്നു. അദ്ദേഹത്തിന് അതും ഇതും അറിയില്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന നെയ്തർ നോർ എന്ന് പറയുന്നതും എന്താണ്? കൺജങ്ഷൻ ആണ് അല്ലേ? ആൻഡ് കണ്ടു, നെയ്തർ നോർ കണ്ടു, അതും കൺജങ്ഷൻ ആണ്. ആൻഡ് here next one. And We will play. Example. we will play if it stops raining. Yeah, we will play outside if it stops raining. നോക്കിക്കേ, ഒരു ഫ്രേസുമായിട്ട് നമ്മളൊരു ക്ലോസുമായിട്ട് നമ്മൾ പറഞ്ഞില്ല, ഒരു ക്ലോസുമായിട്ട് കണക്ട് ചെയ്യുന്നു. We will play outside. എപ്പോൾ അല്ലെങ്കിൽ എപ്പോഴാണ്? If it stops raining. മഴ നിൽക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ വെളിയിൽ പുറത്ത് കളിക്കുമെന്ന് പറയുന്നു. അതാണ് if. ഇതിനെ നമ്മൾ എവിടെയാണ് കണക്ട് ചെയ്യുന്നത്? വേറൊരു ക്ലോസുമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ജസ്റ്റ് read the next one. He went to the store but forgot to buy milk. He went to the store. ഈ സെന്റൻസിനെ ആരുമായിട്ട് കണക്ട് ചെയ്യുന്നു? അടുത്ത ക്ലോസുമായിട്ട് കണക്ട് ചെയ്യുന്നു. forgot to buy milk. അത് പക്ഷേ ബട്ട് എന്ന കൺജങ്ഷനുമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പം ഇതും എന്താണ്? ഒരു ക്ലോസിനെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. സോ ഹിയർ ഓൾസോ വി ഹാവ് ഗോട്ട് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് കൺജങ്ഷൻസ്. അപ്പം ഇത് കൺജങ്ഷൻ ഡിഫറെന്റ് കൈൻഡ്സ് പറയുന്നതിന് മുമ്പ് നമുക്ക് മനസ്സിലാക്കേണ്ട ഇത്രേ ഉള്ളൂ. കൺജങ്ഷൻ എന്ന് പറയുന്നത് ഒരു സെന്റൻസിനെ വേർഡ്സിനെയോ ക്ലോസിനെയോ ഫ്രേസിനെയോ കണക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന വേർഡുകളാണ് കൺജങ്ഷൻ. അതിന് ആൻഡ്, ബട്ട്, ഓർ, നോ, ഫോർ, സോ, യെറ്റ്, ആഫ്റ്റർ, ഓൾദോ, ആസ് എന്ന് പറയുന്ന കുറേ ഉണ്ട്. അങ്ങനെയുള്ള ഇതിനെ കൺജങ്ഷൻ എന്ന് പറയുന്നു. അതിൻ്റെ കണക്ട് ചെയ്യുക എന്ന് മാത്രമാണ്. അതേപോലെ തന്നെ ഇതിന് നോക്കുമ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇതിനും ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് കൺജങ്ഷൻസ് ഉണ്ട്. അതിൽ ആദ്യത്തെ ഏതാണ്? കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ. അതാണ് കോർഡിനേറ്റ് ചെയ്യുക, കണക്ട് ചെയ്ത ഏതൊക്കെ? ആൻഡ്, ബട്ട്, ഓർ, നോ, ഫോർ, എറ്റ്. കോർഡിനേറ്റ് ചെയ്യുന്നതും പിന്നെ സബോർഡിനേറ്റ് ക്ലോസുകളെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതാണ്? Because, read it. Because, Yeah. although, while, if, since, until, unless, when. ഇതെല്ലാം സബോർഡിനേറ്റ് ക്ലോസിനെ കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും പിന്നെ കോറിലേറ്റ് രണ്ടെണ്ണം, അതും ഇതും അറിയില്ല, അതും ഇതോ അറിയാം, അങ്ങനെ കോറിലേറ്റ് ചെയ്യുന്നില്ലേ? അങ്ങനെ കണക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ബോത്ത് ആൻഡ്, either not, neither not, not only, but also, whether or എന്നൊക്കെ പറയുന്നത് കോറിലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരു സെന്റൻസുകൾ തമ്മിൽ എനിക്ക് ഓടാനോ നീന്താനോ അറിയില്ല എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എനിക്ക് ഓടാനും നീന്താനും അറിയാം
എന്ന് പറയുന്ന സെൻറ്റൻസുകളെ കോറിലേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് കോറിലേറ്റ് ആയിട്ടുള്ളത്. അപ്പം ഇതാണ് കൈൻഡ്സ് ഓഫ് കൺജങ്ഷൻ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പോൾ കൺജങ്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട ഇത്രമാത്രം കാര്യമുള്ളൂ. അതായത് ഒരു സെൻറ്റൻസിലെ മറ്റു വേർഡുമായിട്ടോ അല്ലെങ്കിൽ മറ്റ് ഫ്രേസുമായിട്ടോ ക്ലോസുമായിട്ടോ കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന വേർഡ്സിനെയാണ് നമ്മൾ കൺജങ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇന്ന് നമ്മൾ 2 കാര്യങ്ങളാണ് ഇതിൽ നിന്ന് കണ്ടത്. ആദ്യത്തെ ഏതായിരുന്നു? ഇപ്പൊ നമ്മൾ കൺജങ്ഷൻ കണ്ടു. അതിന്റെ തൊട്ട് നമ്മൾ കണ്ടത് ഏതായിരുന്നു? പ്രിപ്പോസിഷൻ ആയിരുന്നു. അപ്പൊ പ്രിപ്പോസിഷനും കൺജങ്ഷനും കണ്ടു. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഇന്റർജെക്ഷൻ ആണ്. എന്താണ് ഇന്റർജെക്ഷൻ? സോ ഈസിയസ്റ്റ് വൺ എമംഗ് ദീസ് പാർട്സ് ഓഫ് സ്പീച്ച്. പാർട്സ് ഓഫ് സ്പീച്ചിലെ വളരെ ഈസി ആയിട്ടുള്ള സാധനമാണ്. ഒറ്റ സ്ലൈഡ് കൊണ്ട് തന്നെ നമുക്ക് തീരുന്നതാണ്. ഇതിന്റെ അർത്ഥം ഇത് മാത്രമുള്ളൂ. ഇമോഷൻ അല്ലെങ്കിൽ ഫീലിംഗ്. എങ്ങനെയുള്ളത്? സഡൻ ആയിട്ടുള്ള ഫീലിംഗ് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സഡൻ ആയിട്ടുള്ള ഇമോഷൻ കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വാക്കുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇന്റർജെക്ഷൻ എന്ന് പറയുന്നത്. ക്ലിയർ? എന്താണ് ഇന്റർജെക്ഷൻ എന്ന് പറയുന്നത്? സഡൻ ആയിട്ടുള്ള നമ്മുടെ ഇമോഷനോ അല്ലെങ്കിൽ നമ്മുടെ ഫീലിങ്സോ പ്രകടിപ്പിക്കുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളെയാണ് ഇന്റർജെക്ഷൻ എന്ന് പറയുന്നത്. സോ ഫ്യൂ ഓഫ് ദ എക്സാമ്പിൾസ് നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് വാവ്. നമ്മൾ ഇഷ്ടപ്പെട്ട് കഴിയുമ്പോൾ എന്ത് പറയുന്നു? വാവ്, വാട്ട് എ ബ്യൂട്ടിഫുൾ, അല്ലേ? വാവ്. നമ്മുടെ ഫേസിലെ എക്സ്പ്രഷൻ തന്നെ നമുക്ക് മാറുന്നതായിരിക്കും. അത് കഴിഞ്ഞ ശേഷം നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എക്സ്ക്ലമേറ്ററി സൈൻ ആണ് ഇതിന് ശേഷം വേണ്ടത്. ഇന്റർജെക്ഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് എന്ത് ഉപയോഗിക്കണം? Exclamatory sign ഉപയോഗിക്കണം. Then next one, what is the next word that is given after the wow? Ouch. Ouch. ആരെങ്കിലും ഒരാൾ കാലയിലൊക്കെ ചവിടുമ്പോൾ പറയും ouch, അല്ലേ? പെട്ടെന്ന് നിരാശജനകമായ നമ്മുടെ എക്സ്പ്രഷൻ ആണ് ouch എന്ന് പറയുന്നത്. Then next one, bravo. അല്ലേ? എപ്പോഴാണ് ഒരു വിക്ടറി ഒക്കെ കിട്ടി കഴിയുമ്പോൾ നമുക്ക് വരുന്ന പെട്ടെന്നുള്ള എക്സ്പ്രഷൻ. അങ്ങനെയല്ലേ യേശുവിനെ? അല്ലേ? Then next one, well. Well or well done. ഇതൊക്കെ നമ്മൾ എപ്പോഴാ പറയുന്നത്? Well എപ്പോഴാ പറയുന്നത് യേശുവിനെ? ഒരു അച്ചീവ്മെന്റ് കിട്ടുമ്പോഴല്ലേ? ഏതെങ്കിലും ഒരു അച്ചീവ്മെന്റ് നമുക്ക് പെട്ടെന്നുള്ള എക്സ്പ്രഷൻ നമ്മൾ പെട്ടെന്ന് പ്രകടിപ്പിക്കുന്ന നമ്മുടെ ഫീലിംഗ് ആണ്. Then alas. Then next one, what is next? Alas. Alas and oops. Oops. ഇതൊക്കെ നമുക്ക് എന്ത് പറയുന്നത്? എപ്പോഴാണ് സംഭവിക്കുന്നത്? തെറ്റിപ്പോകുമ്പോൾ, അല്ലെ? ഊപ്സ് ഒക്കെ പറയുമ്പോൾ നമുക്ക് എപ്പോഴും ചെയ്യുന്നത്? എന്തെങ്കിലും തെറ്റിപ്പോകുമ്പോഴൊക്കെ നമ്മൾ പറയുന്ന സാധനമാണ് ഊപ്സ് എന്ന് പറയുന്നത്. അപ്പം ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇന്റർജെക്ഷൻ എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ ഉണ്ട്. Just read the example. Wow, that was an amazing performance. Wow. എപ്പോഴാണ് ആ wow വരുന്നേ? Amazing performance, അല്ലേ? ഏറ്റവും എക്സ്ട്രീം ആയിട്ടുള്ള അവസ്ഥയിൽ വരുമ്പോഴാണ് നമ്മൾ പറയുന്നത് wow, that was an amazing performance. സോ ഇത് അമേസിംഗ് പെർഫോമൻസ് ആകുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക് വരുന്ന എക്സ്പ്രഷൻ ആണ് നമ്മൾ എന്ത് പറയുന്നത്? ഇന്റർജെക്ഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, what is the next? Ouch, I stubbed my toe on the table. Ouch, I stabbed my toe on the table. കാലിടിച്ച് കഴിയുമ്പോൾ പറഞ്ഞില്ലേ? കാലൊക്കെ ഇടിച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് വന്ന നിരാശജനകമായ ഒരു സൗണ്ട് ആണ് നമ്മൾ പറയുന്നത് ouch. Then next one. Hooray, we won the game. Hooray, we won the game. അച്ചീവ്മെന്റ് വന്നു കഴിയുമ്പോൾ നമ്മൾ എല്ലാവരും ആഹ്ലാദിച്ചുകൊണ്ട് പറയുന്നതാണ് hooray, we won the game. സോ ഇത്ര കാര്യങ്ങളാണ് നമ്മൾ മെയിൻ ആയിട്ട് ഇന്റർജെക്ഷനിൽ ഉപയോഗിക്കുന്നത്. ഇപ്പം നമ്മൾ പാർട്സ് ഓഫ് സ്പീച്ചിന്റെ എല്ലാം നമ്മൾ ഏകദേശം കവർ ചെയ്തിട്ടുണ്ട്. സിമ്പിൾ ആയിട്ടുള്ള സ്പോക്കൺ ഇംഗ്ലീഷിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു ചോദ്യം ഉണ്ടാവും, ഈ പാർട്സ് ഓഫ് സ്പീച്ചിൽ എല്ലാം നമ്മൾ ഡു വി നീഡ് ടു ലേൺ ഓൾ ഓഫ് ദീസ്? ഇതെല്ലാം പഠിക്കണോ? എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ പറയും ഇതെല്ലാം പഠിക്കേണ്ട ഒരു ആവശ്യമില്ല. ഇതെല്ലാം ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മാത്രം മതി. അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. നിങ്ങളിപ്പോൾ പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാക്കും. നൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ് നൗണ്, പ്രിപ്പോസിഷൻ എന്ന് പറയുമ്പം ഏതാണ് പ്രിപ്പോസിഷൻ എന്ന് അറിഞ്ഞിരുന്നാൽ മാത്രം മതി. അത് എവിടെ ഉപയോഗിക്കണം എന്ന ഉപയോഗങ്ങളെല്ലാം നമ്മൾ എപ്പോഴായിരിക്കും? നമ്മുടെ കോൺവെർസേഷൻ, നമ്മുടെ പ്രാക്ടീസിൽ, സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സിന്റെ പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് റെപ്പിറ്റേഷനിലൂടെ കൂടി നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ വെറുതെ ഇരുന്ന് ഇത് ബൈ ഹാർട്ട് ചെയ്യാൻ പോവുകയാണെങ്കിൽ നമ്മൾ സ്കൂളിൽ പഠിച്ച അതേ അവസ്ഥയായിരിക്കും. സോ ഐ റിക്വസ്റ്റ് യു നോട്ട് ടു ബൈ ഹാർട്ട് എനി ഓഫ് ദീസ് ക്ലാസ്സസ് ഹിയർ. ഇവിടെ എടുക്കുന്ന ഒരു ക്ലാസ് പോലും നിങ്ങൾ എടുത്ത് പഠിക്കേണ്ട ഒരു സാധനമല്ല. ഞാൻ പറയുന്നത് പോലെ വ്യത്യസ്തമായ രീതിയിൽ എന്ന് ഞാൻ പലപ്പോഴും പറയാറുണ്ട്. കാരണം എന്താണ്? ഞാൻ തന്ന വീഡിയോന്റെ അടിയിൽ തന്നെ കമന്റ് ബോക്സിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ മാക്സിമം സെന്റൻസുകൾ നിങ്ങൾ എഴുതണം. അല്ലാണ്ട് നിങ്ങൾ ഈ നോട്ടെല്ലാം എഴുതി നോട്ട് ബുക്കിൽ എഴുതി വെച്ചിട്ട് യാതൊരു കാര്യമില്ല. Then the same thing you have to practice in front of the mirror or a camera or in front of your family members or friends to improve your language. അവിടെയാണ് തെറ്റില്ലാത്ത ലാംഗ്വേജ് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് സംസാരിക്കാൻ സാധിക്കുക. അല്ലാണ്ട് ഏതെങ്കിലും ഇൻഫ്ലുവൻസേഴ്സ് പറയുന്ന പോലെ യു ട്രൈ ടു സ്പീക്ക് ഓൾവേസ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് അറിയാത്തൊരു കാര്യത്തെ പറ്റി എങ്ങനെ സംസാരിക്കാൻ സാധിക്കും?
സാധിക്കും. നമുക്ക് അറിയേണ്ട കാര്യത്തെ പറ്റിയാണ് സംസാരിക്കുന്നത്. അപ്പം പറയുന്ന കാര്യം കറക്റ്റ് ആണെന്നുള്ള ഒരു കോൺഫിഡൻസ് നമ്മുടെ മനസ്സിൽ വേണമെങ്കിൽ നമ്മൾ ഈ കാര്യങ്ങളിലൂടെ അറിഞ്ഞിരിക്കണം. സോ ജസ്റ്റ് ഗോ ത്രൂ ദീസ് വീഡിയോസ് ആൻഡ് type the maximum sentences and in the comment box and repeat it several times at home, and we'll meet you the next class with the next topic. Till then, I'm Jeans signing out from Fluent Now. Happy learning.